സ്വർണത്തിൻ്റെ വില വച്ചടി വച്ച് കയറുന്നു. അത് കഴിഞ്ഞ് സ്വല്പം ഒന്ന് താഴേക്ക് വരുന്നു. താഴേക്ക് വന്നതിനേക്കാൾ സ്പീഡിൽ പിന്നെയും മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു മകളെ കെട്ടിക്കാനുണ്ടെങ്കിൽ ആ പേരൻസിന്, അത് നമ്മുടെ നാട്ടിലെ കാര്യമാണ്, സാധാരണ സ്വർണത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മകളെ കെട്ടിക്കാനുള്ളവരൊന്നും അല്ല, വലിയ കോടീശ്വരന്മാരാണ്. അവർക്ക് 2-3 ചോയ്സാണ് ഉള്ളത്. ഏതൊക്കെയാണ് വലിയ കോടീശ്വരന്മാർ എന്ന് പറഞ്ഞാൽ? വലിയ വ്യാപാരികൾ, വലിയ കോർപ്പറേറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ വലിയ കോടീശ്വരന്മാർ. അവർക്ക് 3 ഓപ്ഷൻസ് ആണ് അവരുടെ മുൻപിലുള്ളത്. ഏതൊക്കെയാണ് ആ 3 ഓപ്ഷൻസ്? ഒന്ന്, ഓഹരി വിപണി. ഓഹരിയിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓഹരി വിപണി വളരെ വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. 2, ഡോളറിൻ്റെ പ്രത്യേകത എന്താ? ഡോളർ. 3, സ്വർണം. ഒരു പക്ഷേ നമുക്കിതിനെ റിവേഴ്സ് ഇട്ട് പറയാം. 1 സ്വർണം, 2 ഡോളർ, 3 ഓഹരി വിപണി. അതായത് ഓഹരി ഷെയറുകളിൽ, ഡിബഞ്ചറുകളിലും ഒക്കെ നിക്ഷേപിക്കുന്നത് നല്ലതാണ്. അതിനേക്കാൾ നല്ലതാണ് ഡോളറിൽ നിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ നല്ലതാണ് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇതിൽ ഏറ്റവും നല്ലത് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതാണ്. കാരണം സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ മറ്റെന്ത് സംഭവിച്ചാലും നമുക്ക് നഷ്ടം വരാൻ പോകുന്നില്ല. അതുകൊണ്ട് അതേ സമയത്ത് ഡോളറിൽ നിക്ഷേപിക്കുകയാണെങ്കിലോ അതിന് 2 പ്രയോജനങ്ങളുണ്ട്. ഡോളറിൽ നിക്ഷേപിച്ചാൽ, ഡോളർ നമുക്കറിയാം, നമ്മൾ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയ കാലം മുതൽ, അഥവാ ഡോളർ കറൻസി തുടങ്ങിയ കാലം മുതൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു കറൻസിയാണ് ഡോളർ. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്ന് തരിപ്പണമായ അമേരിക്കൻ ഇക്കോണമി പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നത് കഠിനാധ്വാനം കൊണ്ടാണ്. അമേരിക്കൻ സിറ്റിസൺസിന്റെ കഠിനാധ്വാനവും അവരുടെ ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് പെട്ടെന്ന് തന്നെ അമേരിക്കൻ ഇക്കോണമി പടുത്തുയർത്തപ്പെട്ടു. അങ്ങനെ പടുത്തുയർത്തപ്പെട്ട അമേരിക്കൻ ഇക്കോണമി നമുക്കറിയാം, ഇപ്പൊ ലോകത്തെ 1ാമത്തെ GDP ഉള്ള ഇക്കോണമിയാണ്. 33.3 കോടിയാണ് ജനം. അതിൽ തന്നെ ഒരുപാട് എന്താ പറയുക, ഇങ്ങനെ അവിടെ സിറ്റിസൺഷിപ്പ് എടുത്തവരും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആ രാജ്യം കഠിനാധ്വാനത്തിന്റെ പാതയിലൂടെയാണ് വളർച്ചയുടെ നെറുകയിലേക്ക് എത്തുന്നത്. ആ നെറുകയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. അവരതുപോലെ തന്നെ ഒരു ടെക്നോളജി, സാങ്കേതിക വിദ്യയിൽ വളരെ മുന്നിലാണ്. പക്ഷെ അത് അവരുടെ മാത്രം ബുദ്ധി ഉപയോഗിച്ചല്ല, ലോകത്തെവിടെയുമുള്ള ബുദ്ധിയെ അവരങ്ങോട്ട് ആകർഷിക്കുന്നു. അത് പക്ഷേ വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസ് പാസ്സായി മിടുക്കർ മാത്രം അങ്ങോട്ട് ചെന്നാൽ മതി എന്ന തീരുമാനത്തോടെ അങ്ങനെയാണ് അവർ ബുദ്ധിയെ അങ്ങോട്ട് ആകർഷിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള അമേരിക്ക ഇന്ന് ഈ വൂക്ക ഇക്കോണമി ആയിട്ട് ഒരു വൂക്ക രീതി ഉണ്ടാക്കുക, അങ്ങനെ അത്രയും അൺസർട്ടൻ, എന്താണ് നാളെ സംഭവിക്കുക, അല്ലെങ്കിൽ ഇന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞ് എന്ത് സംഭവിക്കും എന്ന് പോലും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത രീതിയിൽ ചാഞ്ചാടുന്ന ഒരു വേൾഡ് ക്രമം, ഒരു വ്യാപാര ക്രമം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് കാരണം കൊണ്ടാണ് എവിടെ നിക്ഷേപിക്കണം എന്നുള്ള ആ ഒരു ആശങ്ക ജനങ്ങളില്, എല്ലാ കോർപ്പറേറ്റുകളിലും എല്ലായിടത്തും കാണുന്നത്. അപ്പം ഇപ്പം സ്വർണത്തിലാണ് നിക്ഷേപിക്കുന്നത് എങ്കിൽ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ എപ്പോൾ വേണമെങ്കിലും നമുക്കതിനെ ലിക്വിഡ് പണമാക്കി മാറ്റുകയും ചെയ്യാം. അതാണ് സ്വർണത്തിന്റെ പ്രത്യേകത. അതേസമയത്ത് അമേരിക്കൻ ഡോളറിൽ നിക്ഷേപിക്കാൻ എല്ലാവരും സാധാരണ താല്പര്യം കാണിക്കുക. എന്താ കാരണം? അമേരിക്കൻ ഡോളർ എപ്പോഴും അതിൻ്റെ മൂല്യം കാത്തു സൂക്ഷിക്കുന്നു. സാധാരണ രീതിയിൽ ശകലം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയെന്നിരിക്കും. പക്ഷേ അമേരിക്കൻ ഡോളറും ഈ പറഞ്ഞതുപോലെ മിക്കവാറും മൂല്യം കുറേശ്ശെ പതുക്കെ മുകളിലോട്ട് പോകുന്ന ടൈപ്പാണ്. അപ്പൊ അമേരിക്കൻ ഡോളറിലാണ് നിക്ഷേപിക്കുന്നത് എങ്കിൽ ഏത് നിക്ഷേപകനും അത് ലിക്വിഡ് ക്യാഷാണ്. ഏത് ട്രാൻസാക്ഷനും, ഏത് കറൻസിയുടെ പേരിലുള്ള ട്രാൻസാക്ഷനും ഡോളർ വഴിയായിട്ട് നടത്താൻ പറ്റും. അതേസമയത്ത് ഇന്ത്യൻ റുപ്പിയാണ്, സൗദി അറേബ്യയിൽ ഇരിക്കുന്ന ഒരാളുടെ കയ്യിൽ ഇന്ത്യൻ റുപ്പി ഉണ്ട്. ആ ഇന്ത്യൻ റുപ്പി കൊടുത്ത് എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇന്ത്യൻ റുപ്പിയും ഡോളറും തമ്മിലുള്ള വ്യത്യാസം. അതേസമയത്ത് ഡോളർ കറൻസി ആണെങ്കിൽ അത് മറ്റേത് കറൻസിയുമായിട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. ഏത് രാജ്യത്തും ഏത് ഉൽപ്പന്നം മേടിക്കാനും ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ക്രെഡിബിലിറ്റി അത് ഡോളർ കറൻസിക്കുള്ളത്ര വേറെ ഒരു കറൻസിക്കും ലോകത്തില്ല. അതുകൊണ്ടാണ് ഈ 3 രീതി, അതായത് നിക്ഷേപം ഡോളറിൽ വേണോ, നിക്ഷേപം സ്വർണത്തിൽ വേണോ, നിക്ഷേപം ഓഹരികളിൽ വേണോ എന്ന് മറ്റുള്ളവർ ആശങ്കപ്പെടുന്നു.
അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം അത് ലോകത്ത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഡോളർ കറൻസിയുടെ ആരംഭഘട്ടത്തിൽ ഡോളറിനേക്കാൾ ശക്തനായിരുന്നു പിന്നെ പൗണ്ട് സ്റ്റേർലിംഗ് ഇംഗ്ലണ്ടിന്റെ. അന്ന് ഇംഗ്ലണ്ട് സൂര്യൻ അസ്തമിക്കാത്ത ഒരു രാജ്യമായിരുന്നു എന്നോർക്കണം. അവർക്ക് എല്ലായിടത്തും കോളനികളും ഒക്കെ ആയിരുന്നു. അങ്ങനെ സർവശക്തരായി കഴിഞ്ഞിരുന്ന കാലത്ത് അവരുടെ കറൻസി പൗണ്ട് സ്റ്റേർലിംഗ് വളരെ ശക്തമായിരുന്നു. പക്ഷേ ഇന്ന് ആ ശക്തി അതുപോലെ ആ ശക്തിയൊക്കെ ഒത്തിരി കുറഞ്ഞു. അമേരിക്കൻ ഡോളറിന്റെ ശക്തി പക്ഷേ അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് കൂടി എന്ന് പറഞ്ഞാൽ 1960-കൾ തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഏറ്റവും ശക്തമായി നിലനിന്നിരിക്കുന്ന വാല്യൂ പിടിച്ചു നിർത്തിയിരിക്കുന്ന കറൻസി ഡോളറാണ്, ഡോളർ മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ഡോളർ ഇട്ടാണ് ട്രംപ് കളിക്കുന്നത്. ആ ട്രംപിന്റെ കളി മൂലമാണ് ഈ വൂക്ക പിന്നെ രീതിയിലേക്ക്, അതായത് ഒരു തരത്തിലും എന്ത് ചെയ്യണം, എവിടെ നിക്ഷേപിക്കണം, എങ്ങനെ നിക്ഷേപിക്കണം, എന്തുമാത്രം നിക്ഷേപിക്കണം, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള അൺസർട്ടനിറ്റി, ആംബിഗ്വിറ്റി ഒക്കെ നിലനിൽക്കുന്നത് ട്രംപിന്റെ ഈ കളികൾ മൂലമാണ്. പക്ഷേ ലോകം പറയുന്നു, അതായത് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും അതുപോലെ വിപണികളുടെ നിരൂപകരും ഒക്കെ പറയുന്നു ട്രംപിന് ഇതുപോലെ അധികം മുന്നോട്ട് പോകാൻ ഒക്കില്ല. കാരണം ഇപ്പോൾ തന്നെ അമേരിക്കയിൽ വില കൂടി തുടങ്ങിയിരിക്കുന്നു. കാരണം ഇന്ത്യക്ക് മേലെ പിന്നെ അല്ലെങ്കിൽ ചൈനയിൽ നിന്നൊക്കെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അമേരിക്ക വാങ്ങുന്നതാണ്. ആ ചൈനയുടെ നേരെയാണ് 204% ഡ്യൂട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേനും ചൈനയും അതുപോലെ ഡ്യൂട്ടി കൂട്ടുന്നു. അങ്ങനെ ഡ്യൂട്ടി കൂട്ടുമ്പോൾ അമേരിക്കയിലേക്ക് ചൈനയിൽ നിന്ന് കൊണ്ടുചെല്ലുന്ന, അതായത് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂടും. ഈ വില കൂടുന്നതിന്റെ ആഘാതം അവിടുത്തെ ഉപഭോക്താക്കളാണ് അനുഭവിക്കുന്നത്. ഉപഭോക്താക്കളാണ് അനുഭവിക്കുന്നവർ എലൻ മസ്കോ അതുപോലെ തന്നെ പിന്നെ പ്രസിഡന്റോ അതിന്റെ ഗതികേട് അനുഭവിക്കേണ്ട. അവരൊക്കെ പിന്നെ ഫിൽത്തി റിച്ച് ആണ്. അപ്പൊ ആരാ അതിന്റെയൊക്കെ അനുഭവിക്കേണ്ടി വരിക, ദുരിതം അനുഭവിക്കേണ്ടി വരിക? സാധാരണക്കാരാണ്. അമേരിക്ക ഏറ്റവും വലിയ GDP രാജ്യമാണ് എന്ന് വിചാരിച്ച് അവിടെ പട്ടിണി ഇല്ലെന്നോ, പട്ടിണിയൊന്നും പിന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പട്ടിണിയുള്ള രാജ്യങ്ങളായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് 27 രാജ്യങ്ങളെ ഇപ്പോഴുള്ളൂ. 206 രാജ്യങ്ങൾ, 27 രാജ്യങ്ങളിലെ പട്ടിണി ഉള്ളതായിട്ട് ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ അമേരിക്കയിൽ പട്ടിണി ഉള്ളതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പക്ഷെ പാവങ്ങളുണ്ട്. ആ പാവങ്ങൾക്ക് ഈ വലിയ വില, അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ മതി. ഒരു ഡസൻ കോഴിമുട്ടയ്ക്ക് 555 രൂപ 75 പൈസയാണ് അമേരിക്കയിലെ വില. അതേ സമയത്ത് കഴിഞ്ഞ നവംബറിൽ 2024 നവംബറിൽ ഒരു ഡസൻ കോഴിമുട്ടയ്ക്ക് വെറും $4, അന്നത്തെ എക്സ്ചേഞ്ച് 85 രൂപയാണെങ്കിൽ 85 × 4 അത്രയും മാത്രമായിരുന്നു വില. ഇപ്പോ $6.5 ഒരു ഡസൻ കോഴിമുട്ടയുടെ വില. അതിൻ്റെ ഒരു ഡസൻ കോഴി $6 ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റിയപ്പോഴാണ് 555 രൂപ 75 പൈസ എന്ന് കിട്ടുന്നത്. അപ്പോൾ $4 ആയിരുന്നത്, കഴിഞ്ഞ നവംബറിൽ $4 ആയിരുന്ന കോഴിമുട്ടയുടെ വില, ഒരു ഡസൻ കോഴിമുട്ടയുടെ വിലയാണ് ഇപ്പോൾ $6.5 വർദ്ധിച്ചിരിക്കുന്നത്. അത്ര വലിയ വിലക്കയറ്റത്തിലേക്ക് അമേരിക്ക വീണ്ടും നീങ്ങുകയാണ്. അപ്പൊ അങ്ങനെ, അതായത് ഈ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഉള്ള ഒരു ലോകക്രമം ഇല്ലാതെ ആകാൻ വേണ്ടിയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ചുങ്കങ്ങളെല്ലാം കുറയ്ക്കാനുള്ള ആ ട്രീറ്റി 1995 മരാക്കേഷിൽ വെച്ച് പിന്നെ ഒപ്പിടുന്നത്. അതിനകത്ത് ഒപ്പിട്ട രാജ്യങ്ങളിൽ വലിയ ഡെവലപ്ഡ് ഇക്കോണമീസിന് താരിഫ് കുറവും വികസ്വര രാഷ്ട്രങ്ങൾക്ക് താരിഫ് കൂടുതലുമായിരുന്നു വെച്ചിരുന്നത്. ആ തരത്തിൽ മുമ്പോട്ട് പോകുന്നതിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് സ്വന്തം ഇഷ്ടപ്രകാരം ഡ്യൂട്ടി ഇഷ്ടം പോലെ വർദ്ധിപ്പിക്കുന്നു.